ഇപ്പോൾ ഇനി ആലപ്പുഴയിൽ ആൻമരിയ സണ്ണിയുണ്ട്. ആലപ്പുഴയിലെ ഒരു ഓർഡിനറി ബസ്സിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ആലപ്പുഴയിലേക്ക് ആൻമരിയ സണ്ണി, അവിടെ എന്താണ് എല്ലാവരും, എനിക്കൊന്ന് UDF പ്രവർത്തകർ വനിതകളൊക്കെ തന്നെ ഈ ബസ്സിൽ കയറാനുള്ള തിക്കും തിരക്കിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? എന്തായാലും ചരിത്ര പദ്ധതിയാണിത്, ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണിത്. എന്തായാലും ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് വനിതകൾക്ക് സംസ്ഥാനത്തുടനീളം ഒരുപാട് പണം മിച്ചം വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറയൂ. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ എന്ന പാട്ടോട് കൂടിയൊക്കെ തന്നെ വളരെ ഹാപ്പിയാണ് ഈ ബസ്സിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടി പറയാം, ഞാനിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സും കൂടി ഈ ഓർഡിനറി ബസ്സിലുണ്ട്. അവരും വളരെ ഹാപ്പിയാണ്, കാരണം പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന അവരിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ വളരെ ഹാപ്പിയാണ് അവര്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാരണം 10 വർഷം ഭരിച്ച സർക്കാരിന് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങളെ സ്ത്രീകളായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ UDF സർക്കാർ ഇത്രത്തോളം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് നേരത്തെ സാഹചര്യത്തിൽ ബസ്സിലൊക്കെ പോകാൻ മടിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. യൂബർ കണക്ട് ചെയ്തും ഇല്ലാത്ത പൈസ മുടക്കിയൊക്കെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്കും എല്ലായിടത്തും ഉല്ലസിച്ച് പോവാൻ ഞങ്ങളുടെ UDF സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നു. വളരെ സന്തോഷമുണ്ട്. മറ്റു മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ബസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് സമീപം എത്തിക്കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് നടവരെയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുക. അദ്ദേഹം അവിടെ ഇറങ്ങും. അത് കഴിഞ്ഞും ഈ ബസ് യാത്ര തുടരും. എന്തായാലും ഒരു ചരിത്ര മുഹൂർത്തം തമ്പാനൂർ ഡിപ്പോയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു കഴിഞ്ഞു. ഉടൻ നോർത്ത് ഗേറ്റിലൂടെ ആയിരിക്കും ഈ വാഹനം അകത്തേക്ക് കടക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ എത്തിക്കഴിഞ്ഞു. അവരവിടെ ഇറങ്ങും. എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ്റെ ചരിത്ര പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. 800 കോടി രൂപ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് KSRTC ഓർഡിനറി സർവീസുകളിൽ എല്ലാ വനിതകൾക്കും സൗജന്യ യാത്ര ഉറപ്പാക്കി കഴിഞ്ഞു. നാടെങ്ങും വനിതകളുടെ ആഹ്ലാദപരമായ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷബീദ് റാവുത്തർ ചേരുകയാണ്. ഷബീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചരിത്ര ബസ്, അതല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി മാറുന്ന ചരിത്ര ബസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ് വഴി നോർത്ത് ബ്ലോക്കും കടന്ന് ദർബാർ ഹാളിന്റെ മുൻപിലേക്ക് ആ ബസ് പോകുന്നതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ചരിത്രമാണ്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദർബാർ ഹാളിന് മുൻപിലാണ് ഈ ബസ്. ഇതിന്റെ സ്റ്റോപ്പ്, ഇടയ്ക്കുള്ളൊരു സ്റ്റോപ്പ് പറയാം, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ദർബാർ ഹാളാണ്. അതിനുശേഷം ഈ ബസ് പെരുമാതുറയിലേക്കാണ് ഈ ബസ് പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുൻപ് അവർ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, ആ പദ്ധതി അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാന നേട്ടമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് UDF പ്രവർത്തകർക്ക്, അതേപോലെ ജനങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു വിശ്വാസം വലുതാണ്. പ്രതിവർഷം 800 കോടി രൂപ സർക്കാർ KSRTCക്ക് കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതി. ഇപ്പോൾ ആ ബസ് നമുക്ക് ഇങ്ങനെ KSRTC ദർബാർ ഹാളിന് മുൻപിലേക്ക്, ഒരുപക്ഷെ നമ്മൾ ഈ ഫ്രെയിമിലൊക്കെ കാണുന്ന KSRTCയുടെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക്, പ്രധാനപ്പെട്ട കെട്ടിടത്തിന് മുൻപിലേക്ക് ആ ബസ് ഇങ്ങനെ കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, അവരടക്കം ഈ ബസ്സിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒപ്പം യാത്ര ചെയ്ത സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ആദ്യഘട്ട പദ്ധതി മാത്രമാണ്, ഇനിയും ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്നുള്ള സൂചന അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. സ്ത്രീകൾക്ക് അഭിമാനിക്കാം, സ്ത്രീകൾക്ക് നൽകുന്ന ആദരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് നമ്മുടെ ഫ്രെയിമിൽ കാണാനും സാധിക്കും. ഇനി ഈ യാത്ര ചെയ്തവരുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. ആ സ്ത്രീകൾക്കടക്കം ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ അവരോടൊരു പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് തേടാം. ഇപ്പോൾ വലിയ തിരക്ക് അത് നമുക്ക് ഈ ബസ്സിങ്ങനെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സൗജന്യ യാത്ര എന്നതിനപ്പുറത്തേക്ക് അത് സൗജന്യമല്ല, സ്ത്രീകൾക്ക് നൽകുന്ന സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള സഹായം എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടത് KSRTC സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും അതേപോലെ UDF അനുഭാവികളും കൈയടിച്ച ബസ്സിനെ സ്വീകരിക്കുന്നുണ്ട്. ഈ ദർബാർ ഹാളിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് നമ്മൾ പലതവണ ഈ ദർബാർ ഹാൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിപ്പോൾ അടയാളപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ നിമിഷം ഇത് അടയാളപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ആ പദ്ധതി കഴിഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരും
യാത്ര ചെയ്ത ബസ് ദർബാർ ഹാളിന് മുൻപിലേക്ക് എത്തിയെന്നുള്ളതാണ്. ബസ് ആ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇറങ്ങും. അതിനുശേഷം ഈ ബസ് പെരുമാതുറയിലേക്ക് പോകും. മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം, ചാന്നാങ്കര, കഠിനംകുളം വഴി പെരുമാതുറയിലേക്ക് പോകുന്ന ഓർഡിനറി ബസ്സാണ്. ഈ ബസ്സിൽ ഡ്രൈവറും അതേപോലെ തന്നെ കണ്ടക്ടറും സ്ത്രീകളായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ നോക്കാം. സന്തോഷമാണോ? നമുക്ക് ആ രീതിയിലുള്ള പ്രതികരണം കാണാം. തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവിടേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇറങ്ങുകയാണ്. ഇനി ബസ് പോകുന്നത് പെരുമാതുറയിലേക്കാണ്. നമുക്ക് സ്ത്രീകളെ ഉൾപ്പെടെ ഇവിടെ നമുക്ക് ഈ ബസ്സിന്റെ അകത്തേക്കൊന്ന് കയറി, അതായത് മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ഈ ബസ്സിന്റെ അകത്തേക്ക് കയറി സ്ത്രീകളുടെ അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കുകയും ചെയ്യാം. എങ്ങോട്ട് പോകാനാ ചേച്ചി? എങ്ങോട്ട് പോകാൻ? ഇവിടെ ഇറങ്ങാം. എങ്ങനെയുണ്ട് സൗജന്യ യാത്ര? എങ്ങനെയാ കാണുന്നത്? സർക്കാർ കരുത്ത് കാട്ടി. സന്തോഷം. അമ്മയ്ക്ക് എന്താ പറയാനുള്ള? സന്തോഷമാണ്. സർക്കാർ ലാഭിച്ചു. ഈ പൈസ സ്വരുക്കൂട്ടി സേവിങ്സ് ആക്കി വെക്കുന്ന മുഖ്യമന്ത്രി അതുകൊണ്ട് എനിക്ക് 30 ലാഭിച്ചെന്ന് വളരെ സന്തോഷം. ഇതാണ് SKN. വളരെ സന്തോഷത്തിലാണ് നമ്മൾ ഈ മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്ത ബസ്സിലാണുള്ളത്. ആ ബസ്സിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സ്വാഭാവികമായും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനം നടപ്പിലാക്കിയതിന്റെ സന്തോഷം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ പെരുമാതുറയിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റ് സ്ത്രീകൾ, യാത്ര ചെയ്ത സ്ത്രീകളടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഉദ്യോഗസ്ഥരടക്കം ദർബാർ ഹാളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നു ഇത് പദ്ധതിയുടെ ആദ്യഘട്ടം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു സർവീസുകളിൽ കൂടി ഇത് വ്യാപിപ്പിക്കാൻ, മറ്റു ബസ്സുകളിൽ കൂടി ഇത് വ്യാപിപ്പിച്ചാൽ അത് മറ്റൊരു ചരിത്രമായി കേരളത്തിൽ മാറുകയും ചെയ്യും. പ്രതിമാസം ഏതാണ്ട് 65 നും 75 ലക്ഷത്തിനും ഇടയിൽ സർക്കാർ സഹായം, അത് പ്രതിവർഷമാകുമ്പോൾ 800 കോടി രൂപയുടെ സഹായം. KSRTCക്ക് ഏതെങ്കിലും തരത്തിൽ ബാധ്യത ഉണ്ടാക്കില്ല എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം, അത് സർക്കാർ അതിന്റെ റവന്യൂ കണ്ടെത്തും. പക്ഷേ ഇന്നത്തെ ഉദ്ഘാടന വേദിയിലും മുഖ്യമന്ത്രി പറഞ്ഞത് ഗതാഗത മന്ത്രിയിൽ വലിയ ആത്മവിശ്വാസം, ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾ അവരുടെ ടീം KSRTCയുടെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ KSRTCക്ക് സർക്കാർ സഹായം വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അത് ദർബാർ ഹാളിലേക്ക്, സെക്രട്ടറിയുടെ ദർബാർ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും മുഖ്യമന്ത്രി ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പെരുമാതുറയിലേക്കാണ് ഈ വണ്ടി സഞ്ചരിക്കുക. ഇനി എന്തായാലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ദർബാർ ഹാളിന് മുന്നിൽ ഇറങ്ങുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് അവർ ഇറങ്ങി വരുന്നത്. ഒരു ചരിത്ര പ്രഖ്യാപനമാണ്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ വനിതകൾക്കൊപ്പം ആശ്വാസം പകരുന്ന ഒരു സംഭവമാണ്. ഒരു കുടുംബ ബജറ്റിന് വലിയ ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അജ്മൽ ദിറാർ തത്സമയം ദർബാർ ഹാളിന് മുന്നിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ അജ്മൽ ദിറാർ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചരിത്ര പ്രസിദ്ധമായ ഒരു തീരുമാനത്തിനാണ് ഇപ്പോൾ UDF സർക്കാർ മുൻകൈയെടുത്ത് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതേ ചരിത്രമുറങ്ങുന്ന ദർബാർ ഹാളിലേക്ക് അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ ഇരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് തുറന്ന് മലർക്കെ തുറന്ന് കിടക്കുന്ന ദർബാർ ഹാളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമ്പോൾ ഇത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. ഇപ്പോൾ തമ്പാനൂരിലെ ബസ് ടെർമിനലിൽ നിന്നും ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രത്യേകം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച സ്ത്രീ വിഭാഗത്തിലുള്ളവരും ചേർന്ന് ഇപ്പോൾ ഈ ബസ്സിൽ സഞ്ചരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ബസ് സർവീസ് ഇപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ചെങ്കിലും ആദ്യത്തെ സ്റ്റോപ്പ് തമ്പാനൂരിൽ നിന്ന് ആരംഭിച്ചെങ്കിലും ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയും ഇറങ്ങി ഈ ദർബാർ ഹാളിലേക്ക് പ്രവേശിച്ച ശേഷം ബസ് വീണ്ടും പെരുമാതുറയിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ സർവീസ് നടത്തുന്നത് പെരുമാതുറയിലേക്കാണ്. ഇതിനുശേഷം ഇപ്പോൾ 9 മണി മുതൽ തന്നെ ഈ പറയുന്ന സൗജന്യ ടിക്കറ്റ് സ്ത്രീകൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. 0 ടിക്കറ്റാണ് നൽകുന്നത്. 3125 ഓർഡിനറി ബസ്സുകളിൽ ഈ പറയുന്ന സൗജന്യ നൽകി തുടങ്ങിയിട്ടുണ്ട്. ആ ബസ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് പെരുമാതുറയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൽ കയറുന്ന സ്ത്രീകൾക്കെല്ലാം സർക്കാർ പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര സർക്കാർ അനുവദിച്ച് നൽകി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ സൗജന്യ യാത്രയുടെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയുന്നുണ്ട്. ഏതായാലും UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയം മുമ്പ് ഉദ്ഘാടന വേദിയിൽ പ്രസംഗിച്ചതുപോലെ അധികാരത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്താനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ പറയുന്ന സർക്കാരും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ളവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.